ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 9-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരുന്ന CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഈ ഒരു എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ ടാലന്റ് അക്കാദമി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രൈസ് വരുന്നത് 899 രൂപയാണ്. നിങ്ങൾക്കിപ്പോൾ 399 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്കിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടുവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ക്ലാസ്സുകളും അതേപോലെ ഇതിൻ്റെ കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ ഈ ഒരു CPO എക്സാമിന് ഫുൾ സിലബസ് കവറേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫെയിലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ വരുന്നത്. ന്യൂ SCERT NCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫെയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ റാങ്ക് ഫെയിലുകൾ സ്വന്തമാക്കുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഇത് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2026 ഏപ്രിലിൽ വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓർത്തുവെക്കാൻ ടോ ലാം ആണ്. ആരാണ്? ടോ ലാം ആണ്. അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ഒരു പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. ഏത് രാജ്യത്തിന്റെയാണ്? വിയറ്റ്നാമിന്റെയാണ്. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക? ടോ ലാം ആണ്. ടോ ലാം ആണ്. അപ്പോൾ 2026 അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026-2031 കാലയളവിലേക്കാണ്. 2026-2031 കാലയളവിലേക്കാണ് അദ്ദേഹം ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിയറ്റ്നാമിന്റെയാണ്. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് വന്നിരിക്കുകയാണ്. ആരാണ് വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ടോ ലാം ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. എയർ ഇന്ത്യ CEO സ്ഥാനം രാജിവെച്ച വ്യക്തി ആരെന്നാണ്. അപ്പോൾ അടുത്തിടെ എന്താണ്? എയർ ഇന്ത്യയുടെ CEO സ്ഥാനം രാജിവെച്ച വ്യക്തി ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക. ആരാണ്? കാംബെൽ വിൽസൺ ആണ്. ആരാണ്? കാംബെൽ വിൽസൺ ആണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു എന്താണ്? എയർ ഇന്ത്യയുടെ എന്താണ്? CEO സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തി. അപ്പോൾ ഈ ഒരു എയർലൈനിന്റെ CEO ആയിരുന്നത് ആരാണെന്ന് ഓർത്ത് വെക്കുക? കാംബെൽ വിൽസൺ ആണ്. അപ്പോൾ അദ്ദേഹം അടുത്തിടെ എന്താണ്? രാജിവെച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് എയർ ഇന്ത്യക്ക് ഇപ്പോഴുണ്ടാവുന്ന ആ ഒരു ഇഷ്യൂ എത്രയും പ്രഷറാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അടുത്തിടെ ഉണ്ടായ എയർ ഇന്ത്യയുടെ അപകടമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ള ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. ആരാണെന്ന് ഓർത്ത് വെക്കുക? കാംബെൽ വിൽസൺ ആണ് എയർ ഇന്ത്യയുടെ CEO സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പോയിന്റ് നോക്കാനുള്ളത് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതെന്നാണ്. എന്താണ്? ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? അമരാവതിയാണ്. എന്താണ്? അമരാവതിയാണ് എന്താണ്? ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം. അപ്പോൾ ഈ ഒരു കാര്യം ഇനി എന്താണ് നമുക്ക് ഉറച്ചു തന്നെ പറയാവുന്നതാണ്. ഇതിനുള്ള ബില്ല് പാസ്സായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രസിഡന്റ് അതിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? അമരാവതിയാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ പഠിക്കുക. പുതിയൊരു പോയിന്റ് ആണ്. വളരെയധികം ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? അമരാവതിയാണ്. ഇനി ഈ ബില്ലിന് ലോക്സഭ എന്നാണ് അംഗീകാരം നൽകിയത്? ലോക്സഭ പാസ്സാക്കിയതെന്നാണ് 2026 ഏപ്രിൽ 1-നാണ് കേട്ടോ. ഏപ്രിൽ 1-നാണ് എന്താണ്? ലോക്സഭ ഈ ഒരു ബില്ല് പാസ്സാക്കിയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതിനുശേഷം രാജ്യസഭയിൽ പോയി. രാജ്യസഭയിൽ പാസ്സാക്കിയത് എന്നാണ്? ഏപ്രിൽ 2-നാണ്. 2026 ഏപ്രിൽ 2-നാണ് രാജ്യസഭയിൽ പാസ്സാക്കിയത്. അതിനുശേഷം ഏപ്രിൽ 6-നാണ് എന്താണ്? പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ ഒരു ബില്ലിന് അംഗീകാരം നൽകിയത്. ഇനി ഈ ഒരു ബില്ലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? തെലങ്കാന സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് ശേഷം ആന്ധ്രാപ്രദേശിന്റെയും അതേപോലെ തെലങ്കാനയുടെയും തലസ്ഥാനമായിട്ട് വഹിച്ചിരുന്നത് ഏത് സ്ഥലമാണ്? അത് ഹൈദരാബാദ് ആണ്. 10 വർഷത്തേക്ക് ഹൈദരാബാദ് ആയിരുന്നു എന്താണ്? ആന്ധ്രാപ്രദേശിന്റെയും അതേപോലെ തന്നെ തെലങ്കാനയുടെയും തലസ്ഥാനമായിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ശേഷം, അതായത് 10 വർഷത്തിന് ശേഷം തെലങ്കാനയുടെ തലസ്ഥാനമായിട്ട് ഹൈദരാബാദ് മാറുകയും അതേപോലെ ആന്ധ്രാപ്രദേശിന് പുതിയ തലസ്ഥാനം വരികയും വേണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത്തരത്തിൽ അമരാവതി എന്താണ്? ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഈ ഒരു ബില്ലിൽ പറയുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഇനി മുതൽ എന്താണ്? ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക? അമരാവതിയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. മ്യാൻമർ പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ആരെന്നാണ്? ഓർത്തു വെക്കുക, കീർത്തിവർദ്ധൻ സിംഗ് ആണ്. ആരാണ്? കീർത്തിവർദ്ധൻ സിംഗ് ആണ്. നമ്മുടെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള കീർത്തിവർദ്ധൻ സിംഗ് ആണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെയാണ്? മ്യാൻമറിൻ്റെയാണ്. മ്യാൻമറിന്റെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് അദ്ദേഹം എന്താണ്? ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മ്യാൻമറിന്റെ പ്രസിഡന്റ് ആരാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. മിങ് അങ് ഹലായി ആണ്. ആരാണ്? മിങ് അങ് ഹലായി ആണ് എന്താണ്?
അവിടുത്തെ പ്രസിഡന്റ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആരാണ് പങ്കെടുക്കുന്നത്? ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ആരാണ്? കീർത്തിവർദ്ധൻ സിംഗ് ആണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 ഏപ്രിലിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട വ്യക്തി ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, മുഹമ്മദ് അമിനുൽ ഇസ്ലാം ആണ്. ആരാണ്? മുഹമ്മദ് അമിനുൽ ഇസ്ലാം ആണ്. അപ്പോൾ അദ്ദേഹത്തെ എന്താണ് ഈ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ആ ഒരു സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തെ നീക്കം ചെയ്തിരിക്കുന്നത്. ആരെയാണെന്ന് ഓർത്ത് വെക്കുക, മുഹമ്മദ് അമിനുൽ ഇസ്ലാം ആണ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, ബുൾബുൾ എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് അമിനുൽ ഇസ്ലാമിനെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് അദ്ദേഹത്തെ നീക്കം ചെയ്തതിനെ തുടർന്ന് ഇവിടെ ഒരു 11 അംഗ അഡ്ഹോക് കമ്മിറ്റിയെ കൂടി രൂപീകരിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു 11 അംഗ അഡ്ഹോക് കമ്മിറ്റിയെ കൂടി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നത് ആരാണെന്ന് കൂടി ഓർത്ത് വെക്കുക, അത് തമീം ഇക്ബാൽ ആണ്. ആരാണെന്ന് ഓർത്ത് വെക്കുക, തമീം ഇക്ബാൽ ആണ്. തമീം ഇക്ബാൽ ആണ് ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. തമീം ഇക്ബാൽ ആണ് എന്താണ് ഈ ഒരു 11 അംഗ അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട വ്യക്തി ആരെന്നാണ് നോക്കിയത്, മുഹമ്മദ് അമിനുൽ ഇസ്ലാം ആണ്. അപ്പോൾ അതിനുശേഷം രൂപീകരിച്ച ഈ ഒരു 11 അംഗ അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നത് ആരാണ്? തമീം ഇക്ബാൽ ആണ്. ഇനി ഒരു സസ്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സസ്യത്തിന്റെ പേര് ഇതാണ്, പിംപിനെല്ല പിഗ്മിയ. എന്താണ്? പിംപിനെല്ല പിഗ്മിയ എന്നുള്ള സസ്യമാണ്. എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. അടുത്തിടെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ പുൽമേടുകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യമാണിത്. അപ്പോൾ എവിടെ നിന്നാണ് ഇതിനെ കണ്ടെത്തിയതെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ പുൽമേടുകളിൽ നിന്നാണ് കണ്ടെത്തിയത്. എന്താണ് സസ്യത്തിന്റെ പേര്? പിംപിനെല്ല പിഗ്മിയ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇനി ഒരു സസ്യത്തെ ഇവിടെ നിന്ന് കണ്ടെത്തിയത് ആരാണെന്ന് കൂടി ഓർത്ത് വെക്കുക. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷണ വിദ്യാർത്ഥി സംഘമാണ് ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയത്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലെ പുൽമേടുകളിലാണ് ഈ ഒരു സസ്യത്തെ കാണപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഇന്ന് നോട്ട് ചെയ്യുക. ഇനി മാത്രമല്ല, പുതിയ ഒരു കണ്ടുപിടുത്തവും കൂടി ഇതിൽ നിന്ന് വരികയാണ്. അതായത് ക്യാരറ്റ്, കൊത്തമല്ലി, അതേപോലെ പെരുംജീരകം തുടങ്ങിയവയുടെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സസ്യമാണെന്താണ് പിംപിനെല്ല പിഗ്മിയ എന്നുള്ള ഈ ഒരു സസ്യം. അപ്പോൾ ഈ ഒരു സസ്യത്തിൽ നിന്ന് രുചിക്കൂട്ടുകളും അതേപോലെ ഔഷധ ഗുണമുള്ള ഭാഗങ്ങളും കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർത്തു വെക്കുക, കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ പുൽമേടുകളിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തപ്പെട്ട സസ്യം ഏതാണ്? പിംപിനെല്ല പിഗ്മിയ എന്നുള്ള സസ്യമാണ്. അപ്പോൾ ഇത് ഔഷധ സസ്യമായിട്ടോ അല്ലെങ്കിൽ രുചിക്കൂട്ടുകളിലോ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു ഗവേഷണം പൂർത്തിയാകുമ്പോൾ നമുക്ക് ആ കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ മാലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, INS സുനൈനയാണ്. എന്താണ്? INS സുനൈന എന്നുള്ള കപ്പലാണ് എന്താണ് മാലിയാണ് അടുത്തിടെ സന്ദർശിച്ചത്. അപ്പോൾ ഇന്ത്യയും അതേപോലെ തന്നെ മാലിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളൊക്കെ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു സന്ദർശനം. അപ്പോൾ INS സുനൈനയാണ് അടുത്തിടെ മാലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. മനുഷ്യർ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ബഹിരാകാശ ദൗത്യം ഏതെന്നാണ്. ഓർത്ത് വെക്കാം, ആർട്ടിമിസ് 2 ആണ്. എന്താണ്? ആർട്ടിമിസ് 2 ആണ്. അപ്പോൾ ഈ ഒരു ദൗത്യത്തിലൂടെ മനുഷ്യർ എന്താണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ഒരു ബഹിരാകാശ ദൗത്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് അപ്പോളോ 13 ആണ്. എന്താണ്? അപ്പോളോ 13 ആണ്. അപ്പോളോ 13 ആയിരുന്നു ഈ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നത്. അതായത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ബഹിരാകാശ ദൗത്യം എന്നുള്ള റെക്കോർഡ് ഉണ്ടായിരുന്നത്. ഈ ഒരു റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് ആർട്ടിമിസ് 2 എന്നുള്ള ഈ ഒരു ദൗത്യം. അപ്പോൾ ഇത് തിരിച്ചു വരാൻ പോവുകയാണ്, ഭൂമിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഈ ഒരു ആർട്ടിമിസ് 2 എന്നുള്ള ഈ ഒരു ദൗത്യം പൂർത്തിയായി ഭൂമിയിൽ തിരിച്ചെത്തിയതിനു ശേഷം ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓർത്ത് വെക്കുക, അപ്പോളോ 13 എന്നുള്ള ഈ ഒരു ദൗത്യത്തിന്റെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു വേദിയാണ്, റഗ്ബി. ഓർത്ത് വെക്കുക, റഗ്ബി പ്രീമിയർ ലീഗ് 2ാം പതിപ്പ് 2026 നടക്കുന്നത് എവിടെ വെച്ചാണെന്നാണ്? ഹൈദരാബാദിൽ വെച്ചാണ് നടക്കുന്നത്. എവിടെയാണ്? ഹൈദരാബാദിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രീമിയർ ലീഗ് നടക്കുന്നത്. എന്താണെന്ന് ഓർത്ത് വെക്കുക, റഗ്ബി പ്രീമിയർ ലീഗിന്റെ 2ാമത്തെ പതിപ്പാണ് 2026 നടക്കുന്നത്. അപ്പോൾ 2026 നടക്കുന്ന ഈ ഒരു റഗ്ബി പ്രീമിയർ ലീഗിന്റെ വേദി എവിടെയാണെന്ന് നോട്ട് ചെയ്യുക, ഹൈദരാബാദ് ആണ്. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ന്യൂ SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ഈ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ എക്സാമിന് വേണ്ടി പഠിക്കുക, നല്ല രീതിയിൽ പരിശീലിച്ച് മികച്ച വിജയം നേടുക.
ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2026 ഏപ്രിലിൽ വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നായിരുന്നു നോക്കിയത്? ടോ ലാം ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ എയർ ഇന്ത്യയുടെ CEO സ്ഥാനം രാജിവെച്ച വ്യക്തി ആരെന്നാണ്? ക്യാമ്പൽ വിൽസൺ ആണ് അടുത്തിടെ എയർ ഇന്ത്യയുടെ CEO സ്ഥാനം രാജിവെച്ച വ്യക്തി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതെന്നാണ്? ഓർത്തുവെക്കുക, അമരാവതിയാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഭേദഗതി ബില്ല് നമ്മുടെ പ്രസിഡന്റ് അംഗീകരിച്ചിരിക്കുകയാണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് മ്യാൻമർ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ആരെന്നാണ്? ഓർത്തുവെക്കുക, കീർത്തി വർദ്ധൻ സിംഗ് ആണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹമാണ് നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 ഏപ്രിലിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട വ്യക്തി ആരെന്നാണ്? മുഹമ്മദ് അമിനുൽ ഇസ്ലാമിനെയാണ് ഈ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ എന്താണ് ഒരു 11 അംഗ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആരാണ്? തമീം ഇക്ബാൽ ആണ്. ശേഷം നമ്മൾ നോക്കിയത് ഒരു സസ്യവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. അടുത്തിടെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ പുൽമേടുകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യ ഇനം ഏതെന്നാണ്? പിംപിനെല്ല പിഗ്മിയ എന്നുള്ള ഒരു സസ്യത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഈ രുചിക്കൂട്ടുകളിലും അതേപോലെ ഔഷധ സസ്യങ്ങളിലുമായിട്ട് കണക്കാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. പിന്നീട് നമ്മൾ നോക്കിയത് അടുത്തിടെ മാലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതെന്നാണ്? INS സുനൈനയാണ്. അപ്പോൾ ഇന്ത്യയും മാലിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളൊക്കെ ദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദർശനം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ബഹിരാകാശ ദൗത്യം ഏതെന്നാണ്? ആർട്ടിമിസ് 2 ആണ്. അപ്പോൾ അപ്പോളോ 13 എന്നുള്ള ഈ ഒരു ദൗത്യത്തിന്റെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. റഗ്ബി പ്രീമിയർ ലീഗ് 2ാം പതിപ്പിന്റെ വേദി എവിടെയാണ്? ഹൈദരാബാദ് ആണ്. ഹൈദരാബാദിൽ വെച്ചിട്ടാണ് 2026 റഗ്ബി പ്രീമിയർ ലീഗ് നടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ചണ്ടാല വിഷുകിയെ ആസ്പദമാക്കി അടുത്തിടെ കേരള കലാമണ്ഡലത്തിൽ അരങ്ങേറിയ പുതിയ കഥകളി ഏതെന്നാണ്? ഓപ്ഷൻ എ ആനന്ദചരിതം, ഓപ്ഷൻ ബി ചണ്ടാല ചരിതം, ഓപ്ഷൻ സി മാതങ്കി ചരിതം, ഓപ്ഷൻ ഡി ബുദ്ധചരിതം. അടുത്ത ചോദ്യം ഇതാണ്. IRENAയുടെ റിന്യൂവബിൾ കപ്പാസിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പ്രകാരം 2025 ആഗോള റിന്യൂവബിൾ എനർജി വിപണിയിൽ ഒന്നാമതുള്ളത് ഏത് രാജ്യമെന്നാണ്? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി റഷ്യ. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്തുന്നതിനായി ISRO ലഡാക്കിലെ ലേയിൽ വെച്ച് നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷൻ ഏതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മിഷൻ മിത്ര എന്നുള്ള ദൗത്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം ഇതായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ പശ്ചാത്തലത്തിൽ പുറത്താക്കിയ അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ആരെന്നാണ്? ഓർത്തുവെക്കുക, ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ജനറൽ റാൻഡി ജോർജ് ആണ് ഈ ഒരു കാരണം കൊണ്ട് പുറത്താക്കപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ പുറത്താക്കപ്പെട്ട അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.